നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുപോലെ പലപ്പോഴും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെറും നിസ്സാരനായിട്ട് വെയിലും കൊണ്ട് ഒരുപാട് പ്രാവശ്യം നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോ വിധിയുടെ വിളയാട്ടായിരിക്കാം ഈ വീട്ടുമുറ്റത്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. മോള് പറയുന്നതാണ് ശരി, എനിക്ക് ഞാൻ പറയുന്നതും. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ ശരിയുണ്ട്. ചെയ്തു പോയ തെറ്റ് തിരുത്താൻ ഒരാൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കാണാതെ പോകരുത്. തിരുത്താൻ പറ്റുന്ന തെറ്റല്ലല്ലോ അച്ഛ. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് പാഴ്ശ്രമാണ്. മോളെ, ഞാനൊരു അച്ഛനാണ്. അച്ഛന്റെ മനസ്സിൽ മക്കളുടെ എല്ലാ തെറ്റുകൾക്കും പരിഹാര മാർഗങ്ങളുണ്ടാവും. എനിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല അച്ഛ. അത്രയ്ക്കും വലിയ വിശ്വാസവഞ്ചന അയാൾ എന്നോട് കാണിച്ചത്. അയാൾ കാണിച്ച നെറുകേടിന് ഒരു കുടുംബം മുഴുവൻ ജലഭാരം പോലും കഴിക്കാതെ. മോളെ, അമ്മയുടെ കഴുത്തി കിടക്കുന്ന താലി അമ്മയ്ക്ക് എത്ര പ്രിയപ്പെട്ടതാ. അത് അമ്മയെ ബോധം കെടുത്തിയ ശേഷം ഒരാളെ കെട്ടി തന്നതാണെങ്കിലോ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? എന്നിട്ടും ഞാൻ ഇപ്പോഴും എല്ലാം സഹിച്ചത് എന്റെ ഈ തീമോളുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ഇന്നീ വീടിന്റെ മുന്നില് പാവിരിച്ച് കിടത്തേണ്ടി വന്നേനെ എന്നെ. ഒരാണ് ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത എന്നോട് കാണിച്ചത്. അവനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ജഗനങ്ങള് പാവാ വന്ദനമ്മേ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയരുതെന്ന്. അവളുടെ ഒരു ജഗനങ്ങള്. എന്താ ഇതൊക്കെ? എനിക്കറിയില്ല ചേച്ചി. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് കുറച്ച് സ്വസ്ഥത. മോളെ, അങ്കിളെന്താ അകത്തേക്ക് വരാത്തത്? വാ അങ്കിളെ. അങ്കിള് വരാത്തതല്ല, അങ്കിളിനെ ആരും അകത്തേക്ക് കേട്ടുന്നില്ല, അതാ. അങ്കിള് വാ, അങ്കിളിനെ ദിയമോള അകത്തേക്ക് കൊണ്ടുവാ. വേണ്ട മോളെ, മോള് പൊയ്ക്കോ. അങ്കിളിന്റെ കൂടെ തന്നാ മോളെ അമ്മ വഴക്ക് പറയും. അങ്കിൾ എന്തിനാ വന്ദനമ്മയോട് പിണങ്ങിയത്? അങ്കിള് പിണങ്ങിയില്ലല്ലോ. പിന്നെ വന്ദനമ്മയാണോ പിണങ്ങിയത്? വന്ദനമ്മയ്ക്ക് അങ്കിളിനോട് പിണക്കുവാണോ? അതെന്താ അങ്കിളെ? വന്ദനമ്മയ്ക്ക് അങ്കിളിനെ വലിയ ഇഷ്ടാ. ഇഷ്ടപ്പെടുന്നത് നല്ലതല്ലേ? അതെന്തിനാ അങ്കിളെ പിണങ്ങുന്നത്? അത് മോളുടെ വന്ദനമ്മയോട് തന്നെ ചോദിക്ക്.
ഞാൻ ചോദിച്ചു, പക്ഷെ വന്ദനമ്മയൊന്നും പറയുന്നില്ല. ദിയേ, ദേ വന്ദനമ്മ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. ഇവിടെ പോയിരുന്നടി. ജഗനങ്കിള് അയാൾ നിന്റെ ആരാ? അനിയനോ അതോ ചേട്ടനോ? അല്ല അങ്കിള്. അങ്കിള് കുങ്കിള്. ദേ, ഇനി അയാളോട് മിണ്ടി പോരുത്, മനസ്സിലായോ? വന്നേ. അളിയ, എനിക്ക് ഈ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വലിയ ഫിലോസഫി പറയുമൊന്നുമല്ല. ഇതുപോലെ പലപ്പോഴും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെറും നിസ്സാരനായിട്ട് വെയിലും കൊണ്ട് ഒരുപാട് പ്രാവശ്യം നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോ വിധിയുടെ വിളയാട്ടായിരിക്കാം ഈ വീട്ടുമുറ്റത്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നമ്മളെ ഓർത്ത് നമുക്ക് തന്നെ നിന്ന തോന്നുന്ന അവസ്ഥ. അന്ന് ഹരിതയുടെ കഴുത്തിൽ താലി കെട്ടിയതിനാ ഞാനവിടെ നിന്നതെങ്കിൽ ഇന്നിവിടെ വെയിലും കൊണ്ട് നിൽക്കുന്നത് വന്ദനേശ്വരുടെ കഴുത്തിൽ താലി കെട്ടിയ കാരണമല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നപ്പോഴൊക്കെ ധാരാളം ഇൻസൾട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വീടല്ല ഇവിടെ. അളിയൻ ചെയ്തത് കൊടിയ അപരാധമാണ്. എന്റെ ചേച്ചി പാവമാ. അവരുടെ സ്വപ്നങ്ങളെയാ നിങ്ങൾ തകർത്തെറിഞ്ഞത്. ഏതൊരു പെണ്ണിന്റെയും സ്വപ്നമാ വിവാഹപന്തലും ആളുകളും കൊട്ടും കുരവയും എല്ലാം ഉള്ളൊരു താലികെട്ട്. പലപ്പോഴായി എന്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങി. ജാതകദോഷം എന്നാ എല്ലാരും പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരവസ്ഥ ചേച്ചി സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്തിനാ ഈ ചതി ചേച്ചിയോട് ചെയ്ത്? മാന്യമായി ആലോചിച്ചാൽ പോലും ഒരുപക്ഷെ അന്തസ്സായിട്ട് ഇത് നടത്തി തരുമായിരുന്നു. ഇതൊരുമാതിരി കാണിച്ചത് മോശമായിപ്പോയി, വളരെ മോശം. നിങ്ങളിൽ നിന്ന് ഈ ചതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കുടുംബമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു നിങ്ങൾക്ക്? ഒറ്റയടിക്കത് നശിപ്പിച്ചില്ലേ? എന്റെ ചേച്ചിയുടെ മനസ്സിൽ നിങ്ങൾ ദൈവതുല്യനായിരുന്നു. ആ വിഗ്രഹ നിങ്ങൾ ഒറ്റയടിക്ക് തല്ലിയുടച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.